ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വീവ്. ഇന്ന് നമ്മൾ ഒരു ഫുൾ സർക്കിൾ അല്ലെങ്കിൽ അംബ്രല കട്ട് സ്കേർട്ട് ഉണ്ടാവുമല്ലോ, അതിന് എത്ര തുണി നമുക്ക് ഓരോരുത്തരുടെ അളവിന് എത്ര ആവശ്യം വരും എന്നുള്ളത് നമുക്ക് തന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പും നമ്മൾ ചാനലിൽ ഫാബ്രിക് കാൽക്കുലേഷൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഫുൾ സർക്കിൾ അല്ലെങ്കിൽ അംബ്രല കട്ട് സ്കേർട്ട് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഫാബ്രിക് കാൽക്കുലേഷനാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആകെ 2 അളവുകളെ വേണ്ടുള്ളൂ. ഒന്ന് നമ്മുടെ ലെങ്ത്താണ്, പിന്നെ ഒന്ന് നമ്മുടെ വേസ്റ്റ് റൗണ്ടാണ്. ആരോ എന്നോട് കമൻറ്റിൽ പറയുകയുണ്ടായി, മലയാളത്തിൽ പറഞ്ഞൂടെ അളവുകളൊക്കെയെന്ന്. പറയാം. ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മളുടെ പാവാടയുടെ ഇറക്കമാണ്, അത് 30 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ പാവാട കെട്ടുന്നത് അവിടുത്തെ അരവണ്ണമാണ് എടുക്കുന്നത്. അതിവിടെ 28 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫാബ്രിക്, അതായത് തുണി എത്ര വേണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂഷ്വലി ഇതുപോലെ സ്ക്വയറാക്കി ഇട്ടിട്ട് കോണിൽ നിന്നാണ് നമ്മൾ കോണോട് കോൺ മടക്കിയിട്ടും അതല്ലാണ്ട് സ്ക്വയറാക്കി ഇട്ടിട്ടും നമുക്ക് ഇതുപോലെ കോണിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാം. അതിന് 2 മെഷർമെൻറ്റാണ് ആവശ്യം. ഒന്ന് റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം, R. അതിൻ്റെ താഴേക്ക് നമ്മുടെ ലെങ്ത്തും, അതായത് പാവാടയുടെ ഇറക്കം. അപ്പോൾ ലെങ്ത്ത് നമ്മൾ ഓൾറെഡി ശരീരത്തിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല നിങ്ങൾക്ക് ഏത് അളവ് വന്നാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ്. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇങ്ങനെയാണ്: റേഡിയസ് ഇസ് ഈക്വൽ ടു വേസ്റ്റ് റൗണ്ട് പ്ലസ് ഈസ് പ്ലസ് സീം ഡിവൈഡഡ് ബൈ 6.28. ഇത് കേൾക്കുമ്പോൾ വലിയ എന്തോ ആണെന്ന് തോന്നണ്ട, വളരെ എളുപ്പമാണ്. ഇവിടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അരവണ്ണമാണ്. ആ അരവണ്ണം നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് ലൂസിന് വേണ്ടി ആഡ് ചെയ്യാം. ഈസ് അല്ലെങ്കിൽ ലൂസ് എന്നാണ് നമ്മളതിനെ പറയുക. ശരീരത്തിൽ നിന്ന് എടുക്കുമ്പോൾ ഉള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ 2 സൈഡും, സ്കേർട്ടിൻ്റെ 2 സൈഡിലേക്കും 1 ഇഞ്ച് സീം അലവൻസ് ചേർത്തിട്ട്, ഇവിടെ ടോട്ടൽ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി അതിനെ എല്ലാത്തിനെയും കൂടി നമ്മൾ 6.28 എന്നുള്ളൊരു വാല്യൂ, 6.28 എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതിന് മാറ്റമില്ല. ഏതളവാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു 6.28 എന്നുള്ള വാല്യൂ ആണ് ഈ ഫുൾ സർക്കിൾ അംബ്രലയ്ക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹരിക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള അളവുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ അരവണ്ണം 28 ഇഞ്ചാണ്. പിന്നെ ഇവിടെ ഞാനിവിടെ 2 ഇഞ്ച് ലൂസാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 5 ഇഞ്ച് 6 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് ലൂസ് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ 2 3 ഇഞ്ച് കൊടുത്താൽ മതിയാകും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് നമുക്ക് 32 ഇഞ്ച് കിട്ടും. അതിനെയാണ് നമ്മൾ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന വാല്യൂ 5.09 ആണ്. ഒന്നുകിൽ 5 ആയിട്ട് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി എടുക്കാം, അല്ലെങ്കിൽ 5.1 ആയിട്ട് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി വാല്യൂ എടുക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് ഫാബ്രിക്കിൻ്റെ ലെങ്ത്താണ്. ഇതിപ്പോൾ ഫാബ്രിക് കണ്ടുപിടിക്കാനാണല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 5 ഇഞ്ചെന്ന് കൊടുത്തിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ല, നമ്മൾ കറക്റ്റായിട്ട് തുണിയിലേക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് 5.1 നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഫാബ്രിക് നമുക്ക് എത്ര എടുക്കണമെന്ന് കണ്ടുപിടിക്കാനായതുകൊണ്ട് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റേഡിയസും അതുപോലെ തന്നെ നമ്മുടെ ലെങ്ത്ത് ഉണ്ടല്ലോ, അതായത് ഇറക്കം, അത് 30 ഇഞ്ചാണ്. അതും അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ കുറച്ച് സീം അലവൻസ് നമ്മൾ ആഡ് ചെയ്യുക. അതായത് താഴെ മടക്കി അടിക്കണം, മുകളിൽ നമ്മളുടെ ബാൻഡ് പീസുമായിട്ട് ജോയിൻ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യണു. അതായത് 30 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് റേഡിയസും അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് നമുക്ക് സീം അലവൻസും മടക്കി അടിക്കാനും മുകളിൽ ബാൻഡൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള സീം അലവൻസും കൂടി ചേർത്തിട്ട് 37 ഇഞ്ച് നമുക്ക് ടോട്ടൽ കിട്ടും. ഇത് നമ്മൾ 4 ആക്കി മടക്കി എടുക്കുമ്പോൾ കിട്ടേണ്ട അളവാണ് 37 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഫാബ്രിക് എടുക്കുമ്പോൾ അതിൻ്റെ 4 മടങ്ങാണ് എടുക്കേണ്ടത്. അപ്പോൾ 37 × 4 ചെയ്യുമ്പോൾ നമുക്ക് 148 ഇഞ്ചാണ് കിട്ടുക. ആ 148 ഇഞ്ചിനെ നമ്മൾ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം.
അപ്പോൾ ഇത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ ടൈപ്പ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ 148നെ 40 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 3.25 മീറ്ററാണ്. അപ്പോൾ ഈ ഒരു അളവിലുള്ള ഒരാൾക്ക് നമുക്ക് 3.25 മീറ്റർ തുണി ഉണ്ടെങ്കിൽ ഫുൾ സർക്കിൾ സ്കേർട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫോമുല, ഈ ഒരു റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയും പിന്നെ അത് ഈ ഫാബ്രിക്കിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഫോമുലയും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഏതൊരളവിൻ്റെ വന്നാലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. താങ്ക് യു, ബൈ.